ഇവിടെ സ്നേഹത്തിൻ്റെ പറുദീസ പണിഞ്ഞിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ മതക്കാരും ഞങ്ങളൊപ്പം ഉണ്ട്. ഇതുണ്ടോ, ഇതുണ്ടായോ? അപ്പത്താനി എന്ന് പറയുന്ന ഒരു ട്രൈബ് ഏരിയയാണിത്. അവർ ഒരുപാട് കൈത്തൊഴിലുകൾ, മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, മുള കൊണ്ടുള്ള വിഭവങ്ങൾ, വീട്, മുളയുടെ ഉള്ളിൽ ചിക്കൻ ഇങ്ങനെ കടത്തി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ട് അത് കത്തി കൊണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് തന്നത്. ഞാൻ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ടേസ്റ്റൊന്നും അറിയില്ല. അതിൽ വെറും ഉപ്പും ചിക്കനും ഇട്ട് ആ മുളയുടെ ഇത് വേവുമ്പോൾ മുള ഇങ്ങനെ വളരെ ചൂട് വരുമ്പോൾ ആ ചിക്കനിൽ അതിൻ്റെ ഇത് വരുന്നുണ്ട്, ഒരു വേവിച്ച് മൊരിഞ്ഞത്. അപ്പോൾ ടേസ്റ്റോടുകൂടി കൂടെയുള്ളവർ കഴിക്കുന്നതുണ്ട്. ഞാൻ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് ഈ ഇറച്ചിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് പന്നിമാംസമുള്ള തോലുണക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ട്രഡീഷൻ പോലെയാണ്. അവരുടെ മക്കളെയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ കുട്ടികളെയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ തോല് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവർ 1 lakh 2 lakhനാണ്. അതാണ് അവരുടെ സ്ത്രീധനമായിട്ട് അവർ കാണിക്കുന്നത്. അത്രയും റേറ്റ് ഉണ്ട് അതിന്. അപ്പോൾ അത് ചുറ്റിനും തൂക്കിയിട്ട് താഴെ വീടും താഴെ ഒരു തീയും കൂടാരമൊക്കെ ഇരുന്നപ്പം തലയിൽ മുട്ടുന്ന രീതി ഇരുന്നപ്പം ഞാൻ സ്വതവേ ചെറുപ്പം മുതലേ ഞാൻ മീറ്റോ ഒന്നും കഴിക്കത്തില്ല. വലുതാകുമ്പോഴാണ് മീൻ തന്നെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പക്ഷേ ഇന്ന് നല്ല കപ്പയും മീനും കിട്ടി കേട്ടോ. ഇവിടുന്ന് ഈ ആശ്രമത്തിൽ നിന്ന്. അവിടുന്ന് പിന്നെ ഞാൻ അവരുടെ വെജിറ്റബിൾ കുറച്ച് സലാഡ് എടുത്ത് ടേസ്റ്റ് നോക്കി. ചോറ് നല്ല നെയ്ച്ചോറിൻ്റെ അരിയുള്ളത് വെറുതെ വേവിച്ച് വെച്ചേക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു തുള്ളി എണ്ണ അവരിടുന്നില്ല. ഇതുണ്ടോ, ഈ സ്ഥാപനത്തിൻ്റെ പുറംഭാഗം കാണാൻ വളരെ ഭംഗിയാണ്. ഇത് ഇടുക്കി രൂപതയോ മറ്റോ ആണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്ന. അവിടുത്തെ അച്ഛൻ ഞങ്ങൾക്ക് ആശംസകൾ നേർന്നിരുന്നു. അപ്പോൾ ഇവിടെ ഇവർ കപ്പയൊക്കെ നട്ട് നോക്കി. കപ്പയും മീൻകറി ഞങ്ങൾക്ക് തന്നത് പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ്. കപ്പയൊക്കെ നട്ട് നോക്കി. പക്ഷേ പിന്നെ കത്തോലിക്കൻ മിഷൻ്റെയാണ് സ്ഥാപനം. കപ്പയൊക്കെ ഇവർ നട്ട് നോക്കിയിട്ട് ഇന്ന് മുളയ്ക്കുന്നില്ല. കണ്ട പുല്ല് പോലും മുളയ്ക്കത്തില്ല ഈ മഞ്ഞത്ത്. എല്ലായിടവും വേലികളാണ്. വേലികൾ കണ്ട, മുള കൊണ്ടുള്ള വേലികൾ കണ്ടോ. അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം മുളയാണ് ഇവിടെ. വളരെ സുന്ദര ഗ്രാമം. സാന്താ മരിയ കത്തോലിക് മിഷൻ, 0 മലബാർ റൈറ്റ്. വളരെ സൗഹൃദകരമായൊരു ആനന്ദം പകർന്ന് തന്നു. കാരണം ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാനൊക്കെ അരുണാചൽ പ്രദേശിലേക്ക് എത്തുമ്പോൾ എനിക്ക് എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതെല്ലാം ജോയി അച്ഛൻ ഏറ്റെടുത്ത് ഒരു സുന്ദര ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിച്ചു. ശേഷം നല്ല ഭക്ഷണം തന്നു, ആതിഥ്യമരുളി. ഇതൊക്കെ ഒരു സൗഹൃദത്തിൻ്റെ അലയൊലികളല്ലയോ. എന്തിനാ മനുഷ്യർ തമ്മിൽ കടിപിടി കൂടുന്ന, കുഴിമാടം വരെയല്ലേ ഉള്ളൂ എന്നാണ്. സ്നേഹം പങ്കിട്ട് സംസാരിച്ച് പരസ്പരം മതത്തിൻ്റെ കാര്യങ്ങൾ അവനവൻ്റെ സ്വകാര്യതയാക്കി വെച്ച്, പക്ഷേ പരസ്പരം മതത്തെ അംഗീകരിച്ച് എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് പഠിക്കണം. അപ്പോഴേ ഒരു പൂർണ്ണനായ മനുഷ്യനാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും അവനവൻ്റെ മതത്തെ മുറുകെ പിടിക്കുക. എവിടെ പോയാലും അത് മാത്രമാണ് നമുക്ക് നല്ലതെന്ന് കരുതുകയും നമ്മുടെ ദൈവത്തെ, നമ്മുടെ അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുകയും ഒപ്പം മറ്റു മതങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കാലത്ത് ക്രിസ്ത്യൻസിന് പള്ളി വരെ തുറന്നു കൊടുത്ത് പ്രാർത്ഥിക്കാൻ അനുമതി നൽകിയിരുന്നു. അപ്പം നമ്മളേത് പള്ളിയാണ് തുറന്നു കൊടുക്കുക? അങ്ങനെ വരുമ്പോഴേ മനുഷ്യൻ പൂർണ്ണനാകുന്നുള്ളൂ. നബിയെ പോലെ പൂർണ്ണനാകാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പൂർണ്ണനാകാൻ ആർക്കാ കഴിയുക? അല്ലേ? ഇത്രയും. അപ്പോൾ
അവരവരുടെ പള്ളി തുറന്നു തന്നു, ചാപ്പൽ തുറന്നു തന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പുറകിൽ നിർത്തി സ്നേഹത്തോടു കൂടി വരവേറ്റു. കണ്ടോ, ആ സ്നേഹം പങ്കുവയ്ക്കുന്നത് കണ്ടോ പരസ്പരം. എന്ത് രസമാണ് ഈ കാഴ്ച കാണാൻ തന്നെ. എല്ലാവരും ഉണ്ട്, എല്ലാ വിഭാഗക്കാരും. ആരുടെ നമ്പറാണ്? ഓക്കെ, താങ്ക് യു. ഇത് നമ്മളെ ഖത്തർ. സലാം സാർ. സലാം സാർ. സലാമലൈക്കും. ഓക്കെ.